ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. AMCA പ്രോഗ്രാമിന്റെ ഭാഗമായി 5ാം തലമുറ യുദ്ധവിമാനത്തിന് ആവശ്യമായിട്ടുള്ള എഞ്ചിൻ ഇന്ത്യയിൽ നിർമ്മിക്കും, അതിനായിട്ടൊരു കമ്പനി ആരംഭിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് കോൺഗ്ലോമറേറ്റ് ആയിട്ടുള്ള റിലയൻസ് ഒറ്റയ്ക്കല്ല, കൂടെ UK ബേസ്ഡ് ആയിട്ടുള്ള റോൾസ് റോയ്സും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. എന്താണ് ഈ കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? അങ്ങനെ ഒരു കരാർ ഒപ്പിട്ടിട്ടില്ല. അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടാനുള്ള താല്പര്യം ഇരു കമ്പനികളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ്. കാരണം ഈ ഇത് ഇവരുടെ ഒരു ഇന്റന്റ്, അതായത് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് റിലയൻസ് ഡിഫൻസിന്റെ എയറോസ്പേസിന്റെ ഒക്കെ ചുമതലയുള്ള അനന്ത് അംബാനി, പിന്നെ നമ്മുടെ മുകേഷ് അംബാനിയുടെ മകനാണ് അനന്ത്. എപ്പോഴും കേരളത്തിൽ വരുന്ന വ്യക്തിയാണ്. അനന്തും അതുപോലെ റോൾസ് റോയ്സിന്റെ സിഇഒയും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർ രണ്ടുപേരും പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒരു വാക്കില്ല. ഇത് ഒരു ശുഭസൂചകമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ്, പ്രഖ്യാപനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ത്യ ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 1983 മുതൽ തലകുത്തി നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ തുടക്കമാണ് കാവേരി എഞ്ചിൻ. ആ കാവേരി എഞ്ചിൻ ഇതുവരെ നമുക്ക് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പൊ സഫ്രാൻ ഇന്ത്യയിൽ എഞ്ചിൻ നിർമ്മിക്കുന്നുള്ള വാർത്തകൾ ഇങ്ങനെ നിരന്തരം വരുന്നുണ്ട്. സഫ്രാനും ആദ്യം HAL-ലുമായിട്ട്, പിന്നെ നമ്മൾ കേൾക്കുന്നത് സഫ്രാനും GTRE, അതായത് GTRE എന്ന് പറയുന്നത് DRDOയുടെ ഒരു ഘടകമാണ്. ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നാണ് അതിന്റെ പൂർണ്ണ പേര്. ആ GTREയും റോൾസ് റോയ്സും ചേർന്നിട്ട് ഒരു എഞ്ചിൻ നിർമ്മിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഈ വാർത്ത വരുന്നതല്ലാതെ ഒരു കരാറിലും ഒപ്പിടുന്നില്ല, ഒരു നീക്കവും നടക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രണ്ട് കമ്പനികളോട് ചേർന്ന് ഞങ്ങൾ നിർമ്മിക്കാനുള്ള പോകുന്നു എന്നുള്ള ഒരു പ്രസ്താവന നടത്തുന്നത്. തീർച്ചയായിട്ടും അത് ഇതുവരെ വന്ന വാർത്തകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. പിന്നെ ഈ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ അമേരിക്കയിലെ പ്രാറ്റ് ആൻഡ് വൈറ്റ്നിയോടൊപ്പം തന്നെയാണ്, അതല്ലെങ്കിൽ എന്തായാലും ഒരുപക്ഷെ അതിന്റെ ഒരു ചുവട് മുന്നിലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റോൾസ് റോയ്സ് ഏറ്റവും ശക്തിയുള്ള എഞ്ചിനുകൾ ലോകത്ത് നിർമ്മിക്കുന്നത് ഈ റോൾസ് റോയ്സ്, അതുപോലെ റഷ്യൻ കമ്പനികളുമാണ്. അതിന്റെ പേര് NPO എന്ന് തുടങ്ങുന്ന മഷ ഇസ്കയോ എന്തൊക്കെയാണ് പേര്, എനിക്കത് ഉച്ചരിക്കാൻ പോലും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് ഉച്ചരിക്കുന്നില്ല. പക്ഷേ റഷ്യയിൽ 2 കമ്പനിയുള്ള, ഒന്ന് ഉച്ചരിക്കാൻ എളുപ്പമുള്ള പേരാണ് NPO സാറ്റേൺ. പക്ഷെ രണ്ടാമതൊരു കമ്പനിയുണ്ട്, അവരും റോൾസ് റോയ്സുമാണ് ഏറ്റവും ശക്തിയുള്ള എഞ്ചിനുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ റോൾസ് റോയ്സിന് ഈ യുദ്ധവിമാന എഞ്ചിൻ നിർമ്മിക്കുന്നതിൽ ലോകത്തിലെ 1ാം കിടയാണ്. അപ്പൊ അവരുമായിട്ടൊരു സംയുക്ത സംരംഭം അംബാനി ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അത് നടക്കാൻ ഇടയുള്ളതാണ്. മറ്റേതുപോലെ വെറും വാചോടി മാത്രമല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുക. ഇവിടെ റോൾസ് റോയ്സ് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അവരുടെ താല്പര്യം അവർ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും എന്തുകൊണ്ടോ നമ്മൾ അതിൽ വലിയൊരു താല്പര്യം കാണിച്ചിട്ടില്ല. റോൾസ് റോയ്സ് ഇപ്പൊ ഈ വാർത്ത നമ്മൾ ചെയ്യുമ്പോൾ, ഇന്ന് രാവിലെ ഒരു വാർത്ത ഞാൻ കണ്ടു. കുറച്ച് മിനിറ്റുകളെ ആയുള്ള ആ വാർത്ത പുറത്തു വന്നിട്ട്. അതായത് പൂർണ്ണമായിട്ടും ഹൈഡ്രജൻ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഒരു ജെറ്റ് എഞ്ചിൻ, ഹൈഡ്രജൻ ഫ്യൂവലിൽ പ്രവർത്തിക്കുന്ന ഒരു ജെറ്റ് എഞ്ചിൻ TCS-ഉം, അതായത് ഇന്ത്യയുടെ ടാറ്റ കൺസൾട്ടൻസി സർവീസും റോൾസ് റോയ്സും ചേർന്നിട്ട് അതിന്റെ സിമുലേഷൻ ടെസ്റ്റ് നടത്തി. ഇപ്പോ വെർച്വൽ ഡബിൾ ഉണ്ട് ഈ എഞ്ചിനെല്ലാം. ആ ടെക്നോളജി ഇതുവരെ നമ്മൾ ഇന്ത്യക്ക് ഇല്ലായിരുന്നു. ഇപ്പം അത് നമ്മുടെ ഈ കാവേരി 2.0ക്ക് വേണ്ടിയിട്ട് ഗോദ്രേജ് അത് ചെയ്യുന്നുണ്ട്. അതായത് ഒരു എഞ്ചിന്റെ പൂർണ്ണമായിട്ടും അതിന്റെ ഒരു 3 ഡയമെൻഷണൽ ഫിഗർ നമ്മൾ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കുക, എന്നിട്ട് അത് എങ്ങനെ പ്രവർത്തിക്കുന്നു അതേ രീതിയിൽ സിമുലേഷൻ നടത്തുമ്പോൾ നമുക്കറിയാം ഇതെങ്ങനെ പ്രവർത്തിക്കും. അതായത് ഒരു ഇന്ധനത്തിന്റെ ശക്തി ഇന്ധനം ഉപയോഗിച്ചാൽ എങ്ങനെ വരും,
ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യും. ലോകത്തെ എല്ലാ മികച്ച കമ്പനികളും ഈ രീതിയിലാണ് പല ടെസ്റ്റുകളും നടത്തുന്നത്. കാരണം അത് വിജയിച്ചാൽ മാത്രമേ അവർ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് പോകത്തുള്ളൂ. വെർച്വൽ ഡബിൾ എന്ന് അതിന് പറയുന്നത് ആ എഞ്ചിന്റെ മുഴുവൻ അത് വലിയ പിന്നെ സുരക്ഷയോട് കൂടി സൂക്ഷിക്കുന്ന ഒരു സാധനമാണ്. ഈ വെർച്വൽ ഡിസൈൻ, വെർച്വൽ ഡബിൾ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അവർക്ക് നിസ്സാരമായിട്ട് ഈ എഞ്ചിൻ ഉണ്ടാക്കാം. ഫിസിക്കൽ ടെസ്റ്റ് ചെയ്യണം, അത് വേറൊരു കാര്യം. അപ്പോ ഈ ഒരു ടെസ്റ്റ് ഇന്ന് രാവിലെ ചെയ്തു, ഇന്നലെ ചെയ്തു. അത് വളരെ വിജയമായിരുന്നു. ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിക്കുന്ന ഒരു ജെറ്റ് എഞ്ചിൻ. അപ്പോ ഇന്ത്യയുമായിട്ട് ഓൾറെഡി 2024 മുതൽ ഈ കാര്യത്തിൽ അവര് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആയിട്ട് അവർ സഹകരിക്കുന്നുണ്ട്. ഇപ്പൊ അവര് റിയൽ ഒരു പ്ലാന്റ് ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ഒരു സാധ്യത അവര് തുറന്നിരിക്കുകയാണ്. ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിൽ അതിന്റെ ഫണ്ടിങ് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മൾ റോക്കറ്റ്, അതായത് ഇപ്പൊ ഒരു ക്രയോജനിക് എഞ്ചിനോ സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് നമ്മൾ വിളിക്കുന്ന കെറോസിൻ ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിനോ ഒക്കെ നിർമ്മിക്കുന്നതിന്റെ എത്രയോ അധികം ബുദ്ധിമുട്ടാണ് ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നത്. ജെറ്റ് എഞ്ചിൻ ഇതിനേക്കാളൊക്കെ മുമ്പ് ലോകം കീഴടക്കിയ ടെക്നോളജിയാണ്. പക്ഷേ ഒരു ജെറ്റ് എഞ്ചിനിൽ 100 കണക്കിന് അല്ലെ 1000 കണക്കിന് ഭാഗങ്ങളും. ഇതാണ് ഇതിനകത്തിലെ ഒരു കുഴയ്ക്കുന്ന പ്രശ്നം. ഇതിന്റെ കംപ്രസർ, ഹോട്ട് സെക്ഷൻ, ഇതൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് മാസ്റ്റർ ചെയ്യുക. അപ്പോ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ചൂട് ഈ അതായത് സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അലോയികൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഈ അലോയ് ഓരോ രാജ്യവും സ്വന്തമായിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യും. ഈ അലോയ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് വലിയ ഒരു പ്രയത്നവും തുകയും ആവശ്യമുണ്ട്. പക്ഷെ ഇന്ത്യ ഇക്കാര്യത്തിൽ ചില കാര്യത്തിലൊക്കെ ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ജെറ്റ് എഞ്ചിനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുള്ള സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് എന്നത് ടെക്നോളജി എന്ന് പറയുന്നത് അത് ഇന്ത്യ സ്വായത്തമാക്കിയിട്ടുണ്ട്. സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഈ ഫാൻ കറങ്ങുമ്പോൾ അതിന്റെ ഇല പോലുള്ള പിന്നെ എക്സോസ്റ്റിലും ഒക്കെ ഉള്ള ഇതിന്റെ ബ്ലേഡുകൾ, അതായത് ഇതിന്റെ ഇലകൾ, അത് ഒരു ഒറ്റ പീസായിട്ടാണ് നിർമ്മിക്കേണ്ടത്. അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് ഏത് ചൂടിനെയും അതിജീവിക്കണം. അങ്ങനെയുള്ള സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് ടെക്നോളജി 2023 നമ്മൾ അത് വിജയകരമായിട്ട് വികസിപ്പിച്ചെടുത്തു. അതുപോലെ നമുക്കിപ്പം അടിസ്ഥാന ടെസ്റ്റിംഗ് സൗകര്യങ്ങളൊക്കെ ചിലതൊക്കെ വന്നിട്ടുണ്ട്. വളരെയധികം അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റോൾസ് റോയ്സും അംബാനിയും കൂടെ ചേരുന്ന ഈ ഒരു സംരംഭം അവർക്ക് ഫണ്ടിന് കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഇന്ത്യ കാവേരി എഞ്ചിൻ വികസിപ്പിച്ചതിൽ ഇന്ത്യക്ക് വന്ന ഒരു പരാജയം, അത് ഇപ്പോഴത്തെ സർക്കാരല്ല, മുൻ സർക്കാരുകളെയാണ് ഞാനത് കുറ്റപ്പെടുത്തുന്നത്, കോൺഗ്രസ് സർക്കാരുകളെയാണ്. എന്തെന്നാൽ 1983 മുതൽ ഈ കാവേരി എഞ്ചിന് ഇതുവരെ ചെലവഴിച്ച തുക വെറും $600 മില്യൺ താഴെയാണ്. അതായത് $1 ബില്യൺ പോലും നമ്മൾ ചെലവഴിച്ചിട്ടില്ല. ചൈന സ്വന്തമായിട്ട് ഇപ്പം വികസിപ്പിച്ചെടുത്തു റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ. അതിനവർ ചെലവാക്കിയത് എത്രയാണെന്നറിയാമോ? ഇന്ത്യയും ചൈന ഏതാണ്ട് ഒരേ ഘട്ടത്തിലാണ്. ഇന്ത്യക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ചൈന ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ തുടങ്ങിയത്, ഗവേഷണം തുടങ്ങി. 1987 എന്തോ ആണ് അവർ തുടങ്ങി. ഇതുവരെ ചെലവഴിച്ചിരിക്കുന്നത് $43 ബില്യൺ. 43 എവിടെ കിടക്കുന്നു? $1/2 ബില്യൺ എവിടെ കിടക്കുന്നു? ഇന്ത്യ ഇതുവരെ ചെലവഴിച്ച $1/2 ബില്യൺ, ചൈന ചെലവഴിച്ച $43 ബില്യൺ. അപ്പൊ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കക്ഷത്തിലിരിക്കുന്ന പോവാതെ ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ പറ്റില്ല. പൈസ ചെലവാക്കാനില്ലെങ്കിൽ ഈ പരിപാടിക്കൊന്നും പോകരുത്. വല്ല ലൊട്ടിലൊടാക്ക് സാധനങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടണം. അപ്പോ ഇവിടെ പൈസ ചെലവാക്കാനും വയ്യ. ഇപ്പം 5000 രൂപ വാടക കൊടുക്കാം, പക്ഷെ സ്വിമ്മിംഗ് പൂളും ഗാർഡനും പിന്നെ 5 ബെഡ്റൂമും ഒക്കെ ഉള്ള വീട് എറണാകുളത്ത് വാടകയ്ക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അതുപോലെയാണ് ഇന്ത്യ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ പോകുന്നത്. പൈസ തൊട്ട് ചെലവാക്കാനും ഇല്ല, ജെറ്റ് എഞ്ചിൻ വേണം താൻ. അതിങ്ങനെ ചുമ്മാതെ പറഞ്ഞുകൊണ്ടിരിക്കും. വർഷങ്ങളായിട്ട് ഇത് കോൺഗ്രസ് സർക്കാരുകൾ തുടങ്ങിയതാണ്. BJP സർക്കാർ വന്നിട്ടും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. കാരണം ഈ ബ്യൂറോക്രസിയെയും ഇതിന്റെയൊക്കെ തീരുമാനമെടുക്കുന്ന തലപ്പത്തിരിക്കുന്ന ബ്യൂറോക്രസിയെ നിയന്ത്രിക്കാൻ ദൗർഭാഗ്യവശാൽ നമ്മുടെ മാറി മാറി കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ബ്യൂറോക്രാറ്റിസിയുടെ ഭരണം. അവർക്ക് വേണ്ടി, അവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഈ 1983 തൊട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സമൂഹം ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെലവഴിച്ച തുകയുടെ കണക്കെടുത്ത് നോക്കിയാൽ യഥാർത്ഥത്തിൽ
ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി ചെലവഴിച്ചതിന് ഒരു ഇരട്ടിയെങ്കിലും ആയിട്ടുണ്ടാവും ഉം. എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എഞ്ചിൻ ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. പക്ഷെ എല്ലാ ദിവസവും നിർമ്മിക്കാനായിട്ട് ചർച്ച നടത്തും. ഈ കേരള പോലീസ് പലപ്പോഴും ഈ പ്രതിയെ പിടിക്കാൻ ഗൾഫിലും അമേരിക്കയിലും ഒക്കെ പോകുന്ന പോലെ. പണ്ട് മറ്റേ സിനിമയുണ്ടല്ലോ നാടോടിക്കാറ്റ്, അതില് ദാസനും വിജയനും കൂടെ അമേരിക്കയിൽ പോയി സൂഹിക്കുന്ന പോലെ. അപ്പം ഇതിനു വേണ്ടി ചർച്ചകൾക്കായിട്ട് ഉദ്യോഗസ്ഥ വൃന്ദം അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. ഫ്രാൻസിലോട്ട് ഇപ്പൊ ഒരു 1.5 വർഷമായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷേ എഞ്ചിൻ നിർമ്മിക്കാനുള്ള പ്രാഥമിക കരാറിൽ പോലും ഒപ്പിട്ടിട്ടില്ല. അപ്പൊ അപ്പോഴാണ് ഒരു സ്വകാര്യ കമ്പനി വന്നിട്ട് അവര് അതിന്റെ ചെയർമാൻ ഇങ്ങോട്ട് വന്നിട്ട് റോൾസ് റോയ്സിന്റെ സിഇഒ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വെച്ച് ഇന്ത്യയിൽ വെച്ച് അവര് അനൗൺസ്മെന്റ് നടത്തി. തീർച്ചയായിട്ടും അത് നടക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇക്കാര്യത്തില് ഒരു 20 ബില്യൺ US$ എങ്കിലും ചെലവാക്കാൻ അംബാനിക്ക് നിസ്സാരമായിട്ട് പറ്റും. അവരത് ചെലവാക്കുകയും ചെയ്യും. അപ്പൊ അത് ചെലവായിക്കൊണ്ട് സ്വകാര്യ മേഖലയുടെ സഹായത്തോടു കൂടി ഈ ഒരു സംരംഭം ഇന്ത്യയിൽ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. AMCയുടെ എഞ്ചിൻ ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് ഇപ്പൊ ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം. ആ എഞ്ചിൻ തീർച്ചയായിട്ടും 120 തൊട്ട് 140 kN ത്രസ്റ്റ് ഉള്ള ഒരു ശക്തിയേറിയ ഒരു എഞ്ചിനാണ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സർക്കാരിന്റെ കമ്പനികൾ നിർമ്മിക്കുന്നുണ്ട്, അവർ നിർമ്മിക്കട്ടെ, അവർക്ക് പറ്റുമെങ്കിൽ അവരും ചെയ്യട്ടെ. ഇപ്പം സഫ്രാനും ഞാൻ പറഞ്ഞ GTRE ഉണ്ടല്ലോ, ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ്, അവരുമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് വിജയിക്കുന്നെങ്കിൽ നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം. അപ്പൊ വേറൊരു എഞ്ചിനും കൂടെ ആവുമല്ലോ. ഇനി നമ്മുടെ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ 90 തൊട്ട് 100 kN എന്ന ത്രസ്റ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഗോദ്രേജും ആയിട്ട് ചേർന്നിട്ടാണ് DRDO അത് നടത്തുന്നത്. അങ്ങനെ 3 എഞ്ചിൻ ഒരുപക്ഷെ ഒരേ സമയത്ത് ഇന്ത്യക്ക് കൈവശം എത്തുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബമ്പർ അടിച്ചു എന്ന് നമ്മൾ വിചാരിക്കാം. ഈ 3 കമ്പനികളും പരസ്പരം വാശിയോടെ മത്സരിക്കട്ടെ. സഫ്രാനും GTRE തമ്മിലുള്ള ഒരു അലയൻസ് ഒരു ഭാഗത്ത്, പിന്നെ DRDO നേരിട്ടും അതുപോലെ ഗോദ്രേജും തമ്മിലുള്ള അലയൻസിൽ നടക്കുന്ന ബ്രഹ്മോസ് എഞ്ചിനീയേഴ്സിന്റെ സഹായത്തോടു കൂടി നടത്തുന്ന കാവേരി ഡെറിവേറ്റീവ്, കാവേരി 2.0 വികസനം, അത് നല്ല കാര്യം. അപ്പുറത്ത് അംബാനി സ്വന്തമായിട്ടൊരു 100 ഹൈ ത്രസ്റ്റ് എഞ്ചിൻ ഉണ്ടാക്കട്ടെ. അപ്പൊ ഈ 3 എണ്ണത്തിൽ നമുക്കൊരു ചോയ്സ് വന്നല്ലോ. നമുക്ക് ചോയ്സ് വന്നാൽ നമുക്ക് ഇതിലേതാണ് ഇപ്പം അംബാനിയുടെ എഞ്ചിനും ഈ AMCAക്ക് വേണ്ടി മത്സരിക്കുന്ന അംബാനിയുടെ എഞ്ചിനും സഫ്രാന്റെ എഞ്ചിനും തമ്മിലായിരിക്കും. അവർ തമ്മിൽ മത്സരിക്കട്ടെ. ഇതിലേതാ മികച്ചതെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിക്കാം. ബാക്കിയുള്ളതൊക്കെ വിദേശത്ത് വിൽക്കാമല്ലോ. ജെറ്റ് എഞ്ചിന് ആവശ്യക്കാർ എപ്പോഴും ഉണ്ട്. അത് അഷ്വേർഡ് ആണ് മാർക്കറ്റ്. അത് വെറുതെ നമ്മുടെ ഭരണത്ത് വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല എടുത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഒരു പുതിയ ഒരു യുഗത്തിലേക്ക് ഇന്ത്യ പിറക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് അത് സ്വാഗതം ചെയ്യാം. ഇപ്പൊ ഈ രീതിയിലുള്ള വിവിധ കമ്പനികൾ ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കുന്ന ഒരേ ഒരു രാജ്യം അമേരിക്കയാണ്. അവിടെ പ്രാറ്റ് ആൻഡ് വൈറ്റ്നി ഉണ്ട്, GE ഉണ്ട്, പിന്നെ മറ്റെന്തോ ഒരു കമ്പനിയും കൂടെ ഉണ്ട്. അങ്ങനെ 2-3 കമ്പനികൾ അവിടെ ഒരുമിച്ച് ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നു. റഷ്യയിൽ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ളതാണ്, പക്ഷേ എങ്കിലും 2 കമ്പനികളുണ്ട്. ബാക്കി ഫ്രാൻസിലും ബ്രിട്ടനിലും ഒക്കെ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. ഇപ്പൊ റോൾസ് റോയ്സ് ബ്രിട്ടനിലെ, അപ്പുറത്ത് ഫ്രാൻസിലെ സഫ്രാൻ. എന്തായാലും ശരി, ഇതൊരു പുതിയ തുടക്കമാകട്ടെ, ഒരു പുതിയ യുഗം പിറക്കുന്നു. നല്ല കാര്യം. നമുക്ക് തീർച്ചയായിട്ടും ആവേശത്തോടെയും ആഹ്ലാദത്തോടെയും ആ യുഗത്തിനെ വരവേക്കാം. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും വിശദീകരണങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.